നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കയറിയിരുന്നാട്ടെ. വേണ്ട, ഇവിടെ വന്നോളാം. ഇവിടെയാകുമ്പോ നല്ല കാറ്റ് കിട്ടും. എന്നെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാടി. ഗ്ലാസ്. സാറിന് എവിടാ ജോലി? ഞാൻ പോലീസിലാ, സർക്കിൾ ഇൻസ്പെക്ടർ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ ഇത്തിരി നാട്ടുവിശേഷങ്ങൾ അറിഞ്ഞിട്ട് വരാം. പാർവതിയായിട്ട് എങ്ങനെയാ പരിചയം? അതൊരു വലിയ കഥയാണ് മുത്തശ്ശ. വേണ്ട, ഈ വണ്ടി കയറരുത് സർ. ഈ വാഹനം പൊട്ടിത്തെറിക്കാൻ പോവാ. സർ 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 എന്റെ ദേവി. അതാണ് നമ്മൾ തമ്മിലുള്ള പരിചയം. സംഭാര ഞാൻ തയ്യാറാക്കിയതാ. ആഹാ, നന്നായിട്ടുണ്ടല്ലോ. അമ്പികെ, സാറ് വലിയ സാറാണെന്ന് മണിക്കുട്ടൻ പറഞ്ഞത് സത്യ. സാറ് പോലീസിലാ, സർക്കിൾ ഇൻസ്പെക്ടറാ. ആഹാ, അത് ശരി. അപ്പൊ സാറാണോ ചേച്ചി അറസ്റ്റ് ചെയ്തത്? അങ്ങനെയുള്ള പരിചയമാണോ? ഏയ് അല്ല. എന്താ സാറേ അവള് ചെയ്ത കുറ്റം? ഏയ്, പാർവതി ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കുറ്റം ചെയ്തവരെ ഇപ്പോഴും പിടിതരാതെ ഒളിച്ചൊളിക്കുക. ആ കേസിന്റെ അന്വേഷണത്തിനാണോ സാർ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഏയ്, ഒരിക്കലല്ല. വെറുതെ പാർവതിയുടെ നാടും വീടും ഒക്കെ ഒന്ന് കണ്ടിരിക്കാൻ തോന്നി. സാറ് കല്യാണം കഴിച്ചതാണോ? അല്ല, ക്രോണിക് ബാച്ചിലറാ. എന്താ ചോദിച്ചേ? എത്ര രൂപ ശമ്പളം കിട്ടും? എടി, ഒന്നും മിണ്ടാതിരിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, പാർവതിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു സിദ്ധി ഉണ്ടായിരുന്നോ? ഉണ്ട് സാറേ. വരാൻ പോകുന്ന അപകടം ഉദിയന്നൂരമ്മ മുൻകൂട്ടി കാണിച്ചു കൊടുക്കും. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ശരി, ഞാൻ ഇറങ്ങുന്നു. സൗകര്യം പോലെ ഒരു ദിവസം വരാം. സാറിന് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. ആ, ഏതായാലും പാർവതിക്ക് ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടിയാലും സന്തോഷം, മനസ്സിനൊരു സമാധാനവും. ആയിക്കോട്ടെ. ഈ വരവൊരു വെറും വരവല്ല. പിന്നെ നീ ആവശ്യമില്ലാത്തൊന്ന് ചിന്തിച്ചു കൂട്ടണ്ട. ആവശ്യം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അനുഭവത്തില് വരുമ്പോ മനസ്സിലായിക്കോളും. നിന്നെ ഞാനും ശരിയാക്കി തരാം. അവിടെ നിക്കടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.